ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഇന്നത്തെ ഡേ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി, അതുപോലെ നിങ്ങൾ എന്തിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. സോ ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. പേഴ്സണൽ റീഡിങ്സിന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, സോ നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരേണ്ടതാണ്. മൈൻഡ് കാം ആൻഡ് കൂളാക്കി ഇരിക്കുക. ഓക്കെ, 8 of swords, 8 of pentacles, 10 of cups, devil card, 4 of cups and ace of wands. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, സോ ആദ്യം നമുക്ക് 8 ഓഫ് സോഡ്സ് ആണല്ലേ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഒരു സ്റ്റക്കായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാണ്ട് നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ടൊക്കെ ഉണ്ട്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് ഇനി എൻ്റെ ലൈഫിൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്, ഒന്നിനൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറേ ചിന്തകൾ നിങ്ങളുടെ മൈൻഡിലുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ബ്രേക്ക് ത്രൂ ചെയ്യണം. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഫിയറും കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്ത് നിങ്ങൾ പുറത്ത് വരണം എന്നുള്ളതാണ്. അതിനുശേഷം 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി കാണുന്നുണ്ട്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അത് ഇട്ടേച്ച് പോകരുത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് ഇട്ടേച്ച് പോകരുത്. നിങ്ങൾ ഈ ഇടുന്ന എഫേർട്സിനും ഹാർഡ് വർക്കിനുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടും. പക്ഷെ നിങ്ങളത് ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ്. നെക്സ്റ്റ് 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ അതൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കാർഡാണ്. ഓക്കെ, ആ ഒരു ഹാപ്പി എനർജി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എന്തോ കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ നെഗറ്റീവ് എനർജീസ് വേഗം അബ്സോർബ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി നെഗറ്റീവ് പീപ്പിൾ ആകാം, നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് ആകാം. സോ അങ്ങനെയുള്ള ബാഡായിട്ടുള്ള ഹാബിറ്റ്സോ ടോക്സിക് ആയിട്ടുള്ള പീപ്പിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി അതൊക്കെ ബ്രേക്ക് ത്രൂ ചെയ്യാനാണ് പറയുന്നത്. നെക്സ്റ്റ് 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞ പോലെ നിങ്ങളൊന്നും ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ഒരു ബോർഡം പോലെയാണ്. നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെ പോലും നിങ്ങൾ ചിലപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യത്തില്ല, നിങ്ങൾ മിസ് ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഒന്നിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല. ഓവറോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്ലിയർ അല്ല. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഏസ് ഓഫ് വോൺസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫ്രഷ് എനർജി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. മേ ബി നിങ്ങളുടെ കരിയറിലാവാം, റിലേഷൻഷിപ്പിലാവാം, ഫാമിലി ലൈഫ് എന്തിൽ വേണമെങ്കിലും ആകാം, ഒരു ഫ്രഷ് എനർജി വരുന്നുണ്ട്. സോ അത് വരെയാണ്, അല്ലെങ്കിൽ പുതിയൊരു അവസരം വരുമ്പോൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, അല്ലേ? അതല്ലാതെ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നതിനൊക്കെ നിങ്ങൾ ഇങ്ങനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഇതാണ് കാണുന്നത്. ആ ഒരു നെഗറ്റീവ് എനർജി ഇതൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് എന്നുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ബ്രേക്ക് ത്രൂ ചെയ്ത് വരാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മേ ബി നിങ്ങളൊരു റിലേഷൻഷിപ്പ് ഇതാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൺ മേ ബി വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് മെയിനായിട്ടും ഈ ഒരു നിങ്ങളെന്താണോ ലിമിറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ എന്താണോ തടസ്സമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭയം എന്താണോ അതിന് നിങ്ങൾ ബ്രേക്ക് ത്രൂ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഈ ഡെവിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ചിലപ്പോൾ ശീലങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ മെയിനായിട്ട് നെഗറ്റീവ് തിങ്കിങ് തന്നെയാണ്, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കാര്യങ്ങളുണ്ടാകാം, ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾ ഉണ്ടാകാം, തേർഡ് പാർട്ടി ഉണ്ടാകാം. സോ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ക്ലാരിറ്റി കൊണ്ടുവരണം, മനസ്സിലാക്കണം എന്തൊക്കെ വേണം, അത് മാത്രം ഹോൾഡ് ചെയ്യുക. നിങ്ങൾ എല്ലാത്തിനും ഒരേ പ്രയോറിറ്റി കൊടുക്കാണ്ട് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രയോറിറ്റൈസ് ചെയ്യുക, അതിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുക. മൈൻഡ് ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വേൾഡാക്കി മാറ്റുക. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ എല്ലാം കൂടെ ആയിട്ടൊരു മിക്സ്ഡപ്പ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. സോ അത് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് എന്താണ് നല്ലത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നല്ലത്, നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നല്ലത് അത് മനസ്സിലാക്കുക, അത് മാത്രം വയ്ക്കുക.
അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിന്നും ഒഴിഞ്ഞു മാറി പോവുക, അതൊക്കെ കളയുക. ഓക്കെ, അതിൽ നിന്നൊക്കെ മൂവ് ഓൺ പോവുക എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണൽ അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെൻറ്റ് അതിലൊക്കെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ഒരു ഹാർഡ് വർക്ക് ഒരിക്കലും നിങ്ങളെ നിരാശയിൽ എത്തിക്കത്തില്ല. ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഹാപ്പി ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ ഇങ്ങനെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സക്സസ് ഉറപ്പാണ് നിങ്ങൾക്ക്. അപ്പോൾ വരുന്ന അവസരങ്ങൾ നിങ്ങൾ പാഴാക്കാണ്ടിരിക്കുക. ഓക്കെ, ആ ഒരു മൈൻഡ് ക്ലിയർ ആക്കുക. ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഹാർഡ് വർക്ക് എന്തായാലും വേസ്റ്റായി പോകത്തില്ല. നിങ്ങളുടെ എഫേർട്സും നിങ്ങളുടെ എനർജിയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം, അതിനുള്ള റിസൾട്ട്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു സക്സസീവായിട്ടുള്ള ജേണിയിലേക്കാണ് നിങ്ങളെ യൂണിവേഴ്സ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുന്ന തടസ്സങ്ങൾ എന്തായാലും വരും. നമ്മൾ എന്തായാലും മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും ഓബ്സ്റ്റക്കിൾസ് വരും. സോ അത് മനസ്സിലാക്കുക, അതിനെയൊക്കെ ഓവർകം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ് നമുക്കിവിടെ ഓവറോൾ റീഡിങ്സിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നിങ്ങളെ സെൽഫ് ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിർത്താനാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാനുള്ള ആക്ഷൻസ് നിങ്ങൾ എടുത്ത് തുടങ്ങുക. എന്തൊക്കെ മൈൻഡിലുണ്ടോ അതൊക്കെ എടുത്ത് അതിനെ ഓവർകം ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഹാപ്പിനെസ്സും സക്സസ്സും ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അത് നിങ്ങളുടെ ചിന്താഗതിയാണ് മാറേണ്ടത്. നിങ്ങളെപ്പോൾ മാറി ചിന്തിക്കുന്നോ അന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. ഈ റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് എടുക്കുക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.